അപ്പം നമുക്ക് ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അപ്പൊ ആ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് വായിച്ചു നോക്കുക, ആൻസർ ഒന്ന് ചിന്തിക്കുക. ഞാൻ ആൻസർ പറയുമ്പോൾ മാത്രം ആൻസർ പറയാം. അപ്പൊ എല്ലാവർക്കും ഒന്ന് വായിക്കാനുള്ള ടൈം കിട്ടും, അതിനുവേണ്ടിയാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡാഷ് ഈസ് ദ സിംപ്ലസ്റ്റ് എൻഡിറ്റി ടു നോ വെദർ there are any external weld defects. ഞാൻ മലയാളത്തിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒരു വട്ടം പറയാം. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, ലളിതമായിട്ടുള്ള NDT, നമുക്ക് പുറമേ ഉള്ള വെൽഡിന്റെ ഡിഫക്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പുറമേ ഉള്ള വെൽഡ് ഡിഫക്ട്സുകൾ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അഥവാ NDT മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിഷ്വൽ, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ടെസ്റ്റിംഗ്, ഓപ്ഷൻ സി റേഡിയോഗ്രാഫി, ഓപ്ഷൻ ഡി ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റിംഗ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. വിഷ്വൽ ഇൻസ്പെക്ഷൻ എല്ലാവരും പറയുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് NDTയിൽ വരുന്നതെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നോണേ. അപ്പൊ മാഗ്നറ്റിക്കും റേഡിയോഗ്രാഫിയും ലിക്വിഡും അതുപോലെ അൾട്രാസോണിക്കും ഒക്കെ NDTയിൽ വരുന്നതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ കൂടെ വരുന്നുണ്ടെന്നുള്ള ഓർക്കണം. കാരണം വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വെൽഡിന് യാതൊരു തരത്തിലുള്ള ഡിസ്ട്രക്ഷനും സംഭവിക്കാതെയാണ് അത് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതും NDTയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള NDT മെത്തേഡ്, അതായത് പുറമേ ഉള്ള ഡിഫക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. വിഷ്വൽ ഇൻസ്പെക്ഷൻ നമുക്ക് അകത്തുള്ള ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. കാരണം നമുക്ക് ഒരു വെൽഡ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ അതിന്റെ എക്സ്റ്റേണലി കാണാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് വിഷ്വലി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാണാൻ പറ്റത്തുള്ളൂ. അതിന്റെ വോളിമെട്രിക് ആയിട്ടുള്ള, അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ഡെപ്തിലുള്ള ഡിഫക്റ്റുകളെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മറ്റ് ഈ പറഞ്ഞിട്ടുള്ള മാഗ്നറ്റിക്കും ലിക്വിഡും റേഡിയോഗ്രാഫിയും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. വിഷ്വലിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണലി ഉള്ള ഡിഫക്റ്റുകളെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പം മനസ്സിലാവാത്തവർ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത തെറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ, വിഷ്വൽ ടെസ്റ്റിംഗ് ഈസ് ദ സിംപ്ലസ്റ്റ് NDT ടു നോ വെദർ there are any external weld defects. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് എൻഷുറിംഗ് പ്രോപ്പർ ക്ലീനിങ് ഓഫ് ദ ബേസ് മെറ്റൽ കംസ് അണ്ടർ വിച്ച് സ്റ്റേജ് ഓഫ് വിഷ്വൽ ഇൻസ്പെക്ഷൻ? അതായത് ഡാഷ് നമ്മൾ ഒഴിവാക്കിയാൽ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വൃത്തിയായിട്ട് ഉള്ള അവസ്ഥയിലാണോ നമ്മളുടെ വെൽഡ് ചെയ്യുന്നതിന്റെ ബേസ് മെറ്റൽ എന്നുള്ളത് ഏത് വിഷ്വൽ ഇൻസ്പെക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ചോദ്യം രണ്ടാമത്തേത്, പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ് ബേസ് മെറ്റലിന് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് വിഷ്വൽ ഇൻസ്പെക്ഷന്റെ ഏത് സ്റ്റേജിലാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആഫ്റ്റർ, ഓപ്ഷൻ ബി ഡ്യൂറിങ്, ഓപ്ഷൻ സി ഫിനിഷിംഗ്, ഓപ്ഷൻ ഡി ബിഫോർ. അതായത് വെൽഡിങ്ങിന്റെ ഏത് സ്റ്റേജിലാണ് നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷനിലൂടെ ബേസ് മെറ്റലിന്റെ വൃത്തിയെ പറ്റി അല്ലെ ക്ലീൻലിനെസിനെ പറ്റി ഉറപ്പുവരുത്തേണ്ടത്? ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓപ്ഷൻ ഡി ബിഫോർ. ഓപ്ഷൻ ഡി ബിഫോർ പറയുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ആർക്കെങ്കിലും? അത് തന്നെയാണോ എല്ലാവരുടെയും ആൻസർ? ആർക്കെങ്കിലും വ്യത്യാസമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്, ബിഫോർ ആണ്. അപ്പം ഒരു വെൽഡ് ചെയ്യുന്നതിന് മുമ്പേ ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ചില കാര്യങ്ങൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റൂ, ചില കാര്യങ്ങൾ വെൽഡിങ്ങിന് ശേഷമായിരിക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത്തരത്തിൽ വെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബേസ് മെറ്റലിന്റെ ഈ പറയുന്ന അതിൽ ഡസ്റ്റ്, റസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെബ്രീസോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന എപ്പോഴാണ്? വെൽഡിങ്ങിന് മുന്നേ ആയിരിക്കും. അപ്പൊ ബിഫോർ വെൽഡിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബേസ് മെറ്റലിന്റെ ക്ലീൻലിനെസിനെ പറ്റി പരിശോധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബിഫോർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡിങ് ദ സീക്വൻസ് ഓഫ് വെൽഡ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഡൺ. ഓക്കെ, അതായത് മലയാളത്തിൽ പറയാം, വെൽഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയം, ഓക്കെ, വെൽഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഏത് സമയത്താണ്? അതായത് വെൽഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ റണ്ണുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള റണ്ണുകൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അത് പഠിക്കാൻ പറ്റുന്നത് അല്ലെ അതിനെപ്പറ്റി മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നത് ഏത് സമയത്താണ്? ബിഫോർ ആണോ, ആഫ്റ്റർ ആണോ, ഫിനിഷിംഗ് ആണോ, ഡ്യൂറിങ് ആണോ? അപ്പം ഓപ്ഷൻ എ ഉണ്ട്,
ആഫ്റ്റർ, ഓപ്ഷൻ ബി ഡ്യൂറിങ്, ഓപ്ഷൻ സി ഫിനിഷിംഗ്, ഓപ്ഷൻ ഡി ബിഫോർ. വെൽഡിങ്ങിന്റെ ഏത് സ്റ്റേജിലാണ് നമ്മൾ വെൽഡ് ഡെപ്പോസിറ്റിന്റെ സീക്വൻസിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നത്? finishing. Option C. ഓപ്ഷൻ സി ഫിനിഷിംഗ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ സി ഒരാൾ ഡ്യൂറിംഗ് ആണോ സർ? During ആണ്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്. During. കുറച്ചുകൂടെ സിഗ്നിഫിക്കൻസ് ഉള്ള ആൻസർ ആയിട്ട് നമുക്ക് തോന്നുന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ ശരിക്കും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റണ്ണിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴായിരിക്കും? Option B. During. യെസ്, ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കാരണം എന്താ, ആ വെൽഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ആ റൺ എങ്ങനെയാണ് അവിടെ ഡെപ്പോസിറ്റ് ആവുന്നത്, അത് എത്തരത്തിലുള്ള വീവിങ് ആണ് അവിടെ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു കാര്യം സ്റ്റഡി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇതൊക്കെ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ പറഞ്ഞ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ചിന്തിക്കാത്ത സ്ഥലത്തു നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സിമ്പിൾ ആണെന്ന് കരുതുന്ന ഒരു പോയിന്റും പെടണ്ട. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പം എല്ലാ ഏരിയസും ഒന്ന് നോക്കി പോവുക. ഓക്കെ, തെറ്റിയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക. ഫിനിഷിംഗ് അല്ല, ഡ്യൂറിംഗ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. വിഷ്വൽ ഇൻസ്പെക്ഷൻ ഫോർ ഡിഫക്റ്റ് ഈസ് ഡൺ. അതായത് വെൽഡ് ചെയ്യുമ്പോൾ വെൽഡിങ്ങിലെ ഡിഫക്റ്റുകൾ, അല്ലെ, വെൽഡിങ്ങിൽ പല ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് കുറെ ഡിഫക്ട്സ് നമ്മൾ പഠിച്ചതുമാണ്. അപ്പം ആ വിഷ്വൽ ഇൻസ്പെക്ഷൻ ഈ ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴാണ് ചെയ്യുന്നത്? ആഫ്റ്റർ വെൽഡിംഗ് ആണോ, ഡ്യൂറിങ് വെൽഡിംഗ് ആണോ, ഫിനിഷിംഗ് ഓഫ് വെൽഡിങ്ങിന് സമയത്താണോ, അതോ ബിഫോർ വെൽഡിംഗ് ആണോ? വെൽഡിങ്ങിന്റെ വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് സ്റ്റേജുകളിലായിട്ടാണ്. ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ. നമ്മൾ ഡിഫക്ട്സിനെ പറ്റി ആഫ്റ്റർ വെൽഡിംഗ്. ആഫ്റ്റർ വെൽഡിംഗ് ആണ്. ഓക്കെ, ഫിനിഷിംഗ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആരും പറഞ്ഞിട്ടില്ല. ഫിനിഷിംഗ് വരില്ലേ? ഫിനിഷിംഗ് വരാമല്ലോ. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഇൻസ്പെക്ഷൻ ചെയ്യാലോ സാറേ? യെസ്, വെരി ഗുഡ്. അതായത് ഫിനിഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? വെൽഡിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഫിനിഷിംഗ് എന്ന് പറയും നമ്മൾ. കാരണം നമ്മൾ ഫൈനൽ ലെയറിനെ ഫിനിഷിംഗ് ലെയർ എന്നും പറയാറുണ്ട്. പക്ഷെ ആഫ്റ്റർ എന്നുള്ള വേർഡ് വരുമ്പോഴത്തേക്ക് എല്ലാ പ്രോസസ്സും കഴിഞ്ഞു, വെൽഡ് കംപ്ലീറ്റ് ആയി, ഇനി ഒരു വർക്കും ഇല്ല. ആ ഒരു സമയത്താണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ഫോർ ഡിഫക്ട്സ്. കാരണം ഡിഫക്ട് ഉണ്ടാവണമെങ്കിൽ വെൽഡിംഗ് പൂർത്തിയാവണം, എന്നാൽ മാത്രമേ നമുക്ക് ഡിഫക്റ്റുകളെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആഫ്റ്റർ ആണെന്ത് നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. വെൽഡിങ്ങിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെൽഡിങ്ങിലെ ഡിഫക്ട്സിനെ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുന്നത്. വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നമ്മൾ നോക്കി കണ്ട് ഒരു ഡിഫക്റ്റ് കണ്ടെത്തുന്നു. അതിനെയാണ് നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന്. അവിടെ അതിനെ നമുക്ക് അതിന് സഹായമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിഫൈയിങ് ഗ്ലാസ്, ലെൻസ്, അതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ലൈറ്റ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോർച്ചോ അല്ലെങ്കിൽ എമർജൻസി ലാമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മളൊരു 600 mm ദൂരത്തിൽ നിന്നായിരിക്കും ആ ഒരു സാധനത്തിനെ നോക്കേണ്ടത്. ഓക്കെ, അതിൽ കൂടുതൽ ദൂരത്ത് പോയി നോക്കിയാൽ നമ്മുടെ കാഴ്ച എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അതുപോലെ ഒരു 30 ഡിഗ്രിയിൽ കുറയാത്ത ഒരു ആംഗിളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുന്നത്. അപ്പൊ ആ 30 ഡിഗ്രി കുറയാത്ത ആംഗിൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ടുള്ളൊരു വ്യൂ അതിൻ്റെത് കിട്ടും. അപ്പം ഇതൊക്കെയാണ് വിഷ്വൽ ഇൻസ്പെക്ഷനിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. For pressure test, the internal pressure may be raised to dash times the working pressure of the vessel. അതായത് നമ്മുടെ പ്രഷർ ടെസ്റ്റ് പൈപ്പില് മറ്റ് പ്രഷർ വെസലുകളിലൊക്കെ നമ്മൾ പ്രഷറൈസ് ചെയ്ത്, അതായത് വെള്ളം കൊണ്ടൊക്കെ നമ്മളിങ്ങനെ നിറച്ച് ആ വെള്ളത്തിനെ നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ട് അതിന്റെ പ്രഷറിനെ നമ്മൾ ഒരു ലെവലിൽ എത്തിച്ച ശേഷം ആ മർദ്ദത്തിന് കുറവ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി അത് ലീക്കേജ് ഉണ്ടെങ്കിൽ കുറവാകുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണിത്. അപ്പൊ ഈ ഒരു ടെസ്റ്റിന് വേണ്ടി നമ്മൾ എത്ര ഇരട്ടിയാണ് നമ്മൾ അവിടെ പ്രഷർ ടെസ്റ്റിന് വേണ്ടി പ്രഷർ കൊടുക്കുന്നത്? അതായത് വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നതിന്റെ എത്ര ഇരട്ടിയാണ് നമ്മൾ പ്രഷർ ടെസ്റ്റിന് വേണ്ടി കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 1.5. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആലോചിച്ച് നോക്കിയിട്ട് പറയുക. 2 times. 2 times ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും 1.5 3 ഒക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ പ്രഷർ ടെസ്റ്റ് അഥവാ ഇന്റേണൽ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വർക്കിംഗ് പ്രഷറിന്റെ എത്ര ഇരട്ടിയാണ് അവിടെ നമ്മൾ ലോഡ് ചെയ്യേണ്ട പ്രഷർ എന്നുള്ളതാണ് ചോദ്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. 2 ഇരട്ടിയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? വർക്കിംഗ് പ്രഷർ
കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേര് നമ്മൾ ഹൈഡ്രോ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റ് എന്നതിന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളം നിറച്ച ശേഷം ആ വെള്ളത്തിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഗേജ് ഘടിപ്പിച്ച് ആ ഗേജിലൂടെ മാക്സിമം എത്ര മർദ്ദം ഉണ്ടെന്ന് അറിയുന്നു. അതിനുശേഷം അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം അത് എത്രത്തോളം കുറയുന്നു, അത് അതിൻ്റെ അകത്തിലുള്ള ആ ഒരു പൈപ്പ് ലൈനിന്റെ അല്ലെ പ്രഷർ വെസലിന്റെ ലീക്കേജിനെ അല്ലെങ്കിൽ ലീക്ക് പോയിന്റുകളെ സൂചിപ്പിക്കുന്നു. ഇനി വ്യത്യാസമൊന്നും ഇല്ലാതെ തുടരുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ ലീക്കേജുകളൊന്നും ഇല്ല എന്നാണ്. അപ്പൊ അതിനായിട്ട് 2 ഇരട്ടി പ്രഷറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വർക്കിംഗ് പ്രഷറിന്റെ 2 ഇരട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് പ്രഷറായിട്ട് കൊടുക്കുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതും നമ്മളുടെ ആ ഒരു ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റെതസ്കോപ്പ് ടെസ്റ്റ് ഫോർ സ്ട്രക്ചറൽ വെൽഡിംഗ് ഈസ് ഡൺ ബൈ ഐഡന്റിഫൈ. അപ്പം സ്റ്റെതസ്കോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചറൽ വെൽഡിങ്ങുകളിലും പ്രഷർ പൈപ്പുകളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇത് ചെയ്യുന്നത് നമ്മൾ എന്താണ് അവിടുത്തെ നമ്മളുടെ മീഡിയം, മാധ്യമം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സ്ട്രക്ചറൽ വെൽഡിങ്ങിന്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പറയുന്ന ആ ഒരു തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മീഡിയം എന്താണ്? ഓപ്ഷൻ എ, സ്റ്റെതോസ്കോപ്പ് ടെസ്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വൈബ്രേഷൻ ആണോ നോക്കുന്നത്. ഓപ്ഷൻ ബി, ബീറ്റ്സ് ആണോ നോക്കുന്നത്, എന്നുവെച്ചാൽ തുടിപ്പുകൾ, അത്തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ. അതോ ഇനി സൗണ്ട്, ഓക്കെ, അതോ ഇനി നോയിസ് ആണോ നോക്കുന്നത്. ഓപ്ഷൻ സി സൗണ്ട് ആണ്. ഓപ്ഷൻ സി സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരാള്. വെരി ഗുഡ്, ഫാസ്റ്റ് ആയിട്ട് പറയുന്നു. വൈബ്രേഷൻസ് ആണോ? വൈബ്രേഷൻസ് എന്ന് പറയുന്നുണ്ട് ഒരാള്. നമുക്ക് വൈബ്രേഷനും സൗണ്ടും വന്ന സ്ഥിതിക്ക് അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് സ്റ്റെതോസ്കോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെൽഡിന്റെ ഇന്റേണലി ഉള്ള ആ ഒരു കണ്ടീഷൻ നോക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഒരു ഹാമർ കൊണ്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. അപ്പൊ ആ ഹാമർ കൊണ്ടുള്ള ഒരു കൊട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രക്ചറിന് ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സൗണ്ടിൽ അതൊരു റിംഗിങ് സൗണ്ട്, നല്ല ശബ്ദമാണ് കിട്ടുന്നതെങ്കിൽ അതിനൊരു ഒരു ഓക്കെ കണ്ടീഷൻ ആയിരിക്കും. മറ്റെന്തെങ്കിലും ശബ്ദമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ സൗണ്ടിനെയാണ് പ്രധാനമായിട്ടും അവിടെ ഉദ്ദേശിക്കുന്നത്. ശബ്ദത്തിന്റെ ഒരു എന്താ പറയാ സ്വഭാവം അനുസരിച്ചിട്ടാണ് സ്റ്റെതോസ്കോപ്പ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ആ ഒരു വെൽഡിങ്ങിന്റെ ടെസ്റ്റിങ് ചെയ്ത് മനസ്സിലാക്കുന്നത്. ഓക്കെ, നോയ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ട് മാത്രമല്ല, മറ്റ് പല പല ശബ്ദങ്ങൾ ചേരുന്നതിനാണ് നോയ്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന്റെ മാത്രം ശബ്ദമാണെങ്കിൽ അതിനെ സൗണ്ട് എന്ന് പറയാം. വൈബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, വൈബ്രേഷൻ കൊണ്ട് എപ്പോഴും ശബ്ദം ഉണ്ടാവുന്നില്ല. നമുക്ക് വൈബ്രേഷണൽ എനർജി സൗണ്ട് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന സ്റ്റെതോസ്കോപ്പ് ടെസ്റ്റിലൂടെ അത് കേൾക്കാനും അത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം സൗണ്ട് ആണ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റെതോസ്കോപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എസ് സൗണ്ട് അങ്ങനെ നോക്കിയിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഈസ് യൂസ്ഡ് ടു അറസ്റ്റ് ദ റേഡിയേഷൻസ് ഫ്രം ദ എക്സ്റേ യൂണിറ്റ്. അതായത് എക്സ്റേ യൂണിറ്റ്, റേഡിയോഗ്രാഫി ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്ന എക്സ്റേ യൂണിറ്റുകളിൽ നിന്നുള്ള റേഡിയേഷൻ പുറത്തോട്ട് പോകുമ്പോൾ അതിനെ തടയാനായിട്ട് എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ, കോപ്പർ ഷീറ്റ്. ഓപ്ഷൻ ബി, അലൂമിനിയം ഷീറ്റ്. ഓപ്ഷൻ സി, ലെഡ് ഷീറ്റ്. ഓപ്ഷൻ ഡി, സ്റ്റീൽ ഷീറ്റ്. ഓപ്ഷൻ സി, ലെഡ് ഷീറ്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ലെഡ് ഷീറ്റ് ഒരാൾ പറയുന്നുണ്ട് അല്ലെ. അപ്പം ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് കോപ്പർ ഷീറ്റ് ആയിരുന്നു, അലൂമിനിയം പറഞ്ഞിട്ടുണ്ട്, ലെഡ് പറഞ്ഞു, സ്റ്റീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓപ്ഷൻ സിയിലാണ് ഒരു ഹിന്റ് പറഞ്ഞിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഷീറ്റുമായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാമെന്നും അവർക്ക് അത് ഉത്തരം മനസ്സിലുണ്ടെന്നും കരുതുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ആൻസറിലേക്ക് പോവാം. അപ്പം 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ലെഡ് ഷീറ്റ് ആണ്. ഓക്കെ, അപ്പം ലെഡ് ഷീറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന റേഡിയേഷൻസിനെ അതിലൂടെ കടന്നു പോകാനായിട്ട് അത് സമ്മതിക്കുന്നില്ല. ലെഡ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു മെറ്റൽ ആണെങ്കിലും അതെന്താണ്, ശരിക്കും ഒരു ഹെവി മെറ്റൽ ആണ്. ശരിക്കും നല്ല വെയിറ്റ് ആണ്. ലെഡ് ഷീറ്റിന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, റേഡിയോഗ്രാഫിയുടെ കൂടെ ഉപയോഗിക്കുന്ന ലെഡ് ഷീറ്റിന് ഭയങ്കര വെയിറ്റ് ആണ്, നല്ല ഡെൻസ് വെയിറ്റ് ആണ്. നമ്മൾക്ക് സാധാരണ ഒരു ചെറിയ ഷീറ്റ് എടുത്ത് വെക്കുന്ന സൈസ് തോന്നത്തുള്ളെങ്കിലും പക്ഷെ ഭയങ്കര വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, എന്നാൽ അത് ഡെൻസിറ്റി കൂടുതലാണ്. അതായത് ആ ഡെൻസിറ്റി കൂടുതലുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഫീൽ ചെയ്യും. അപ്പം ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ റേഡിയോഗ്രാഫിയിൽ പുറത്തു വരുന്ന റേഡിയേഷൻസിന്റെ അപകടത്തിൽ നിന്ന് സറൗണ്ടിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റേഡിയോഗ്രാഫി ചെയ്യുന്ന യൂണിറ്റുകളെ, എക്സ്റേ മെഷീനെ ആയിക്കോട്ടെ ഗാമ മെഷീനെ ആയിക്കോട്ടെ, കവർ ചെയ്തുകൊണ്ട് ലെഡിന്റെ ഷീറ്റ് നമ്മളിങ്ങനെ ബെൽറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കും. അപ്പം ആ റേഡിയേഷൻ എന്ത് ചെയ്യത്തില്ല, ടാർഗറ്റ് ഏരിയയിൽ പോകുന്നതല്ലാതെ മറ്റെവിടെയോട്ടും അത് സ്പ്രെഡ് ചെയ്ത് പോകാതെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും.
അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ലെഡ് ഷീറ്റ് ആണ്. റേഡിയേഷൻ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ലെഡ് ഷീറ്റ് അങ്ങ് ഓർത്തോണം. അടുത്തത് കൊബാൾട്ട് 60 എമിറ്റ്സ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കൊബാൾട്ട് 60 എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. ഈ ഐസോട്ടോപ്പ് ഡീകേ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ത് വികിരണങ്ങളാണ്? അതായത് റേഡിയേഷന്റെ എന്ത് വികിരണമാണ്? എക്സ്റേ ആണോ? ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഗാമയാണോ? ഓപ്ഷൻ സി ബീറ്റ റേസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് റേസ്. ഗാമ റേ ബി. ഗാമ റേ പറഞ്ഞു. വേറെ എന്തെങ്കിലും ഓപ്ഷൻ പറയാൻ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? എക്സ്റേ ഒക്കെ കിടപ്പുണ്ടോ അവിടെ? ഓക്കെ, അപ്പം എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്ന മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കൊബാൾട്ട് 60. നമുക്കറിയാം ഇറിഡിയം 192, കൊബാൾട്ട്, സെലിനിയം, അതുപോലെ തന്നെ തോറിയം, അങ്ങനെ പല ടൈപ്പിലുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ടതാണ് കൊബാൾട്ട് 60 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പവറുള്ള ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കൊബാൾട്ട്. അത്യാവശ്യം നല്ല ലൈഫും ഉണ്ട് അതിന്. അപ്പം ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേസ് അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ആ റേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഗാമ റേസ് ആണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ഗാമ റേസ് എന്ന് പറയുന്നതിന് നല്ല പ്രൊഡക്ഷൻ ചെയ്യുന്ന നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൽ നിന്നാണ് അത് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഫോട്ടോൺ ഇലക്ട്രോൺ ജനറേറ്റേഴ്സ് ആയിട്ടുള്ള എക്സ്റേ ജനറേറ്ററുകളുടെ സഹായത്തോടുകൂടി പുറത്തോട്ട് വരുന്ന ആ ഒരു റേഡിയേഷനെയാണ് നമ്മൾ പറയുന്നത് എക്സ് റേസ് എന്ന് പറയുന്നത്. അപ്പം ശക്തി ഏറ്റവും കൂടുതൽ ഏതിനാന്ന് ചോദിച്ചാൽ ഗാമ റേസിനാണ് പെനട്രേറ്റിംഗ് പവർ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഗാമ റേസ് ആണെന്ന്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കൊബാൾട്ട് 60 എന്ന് പറയുന്ന നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് എമിറ്റ് ചെയ്യുന്നത് ഗാമ റേസുകളെയാണ്. കൊബാൾട്ട് 60 ഗാമ റേസ് ഓർത്തിരിക്കുക. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ NDT ഇൻസ്പെക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെസ്റ്റിംഗ് നമ്മൾ റേഡിയോഗ്രാഫി അതുപോലെ ലിക്വിഡ് പെനട്രന്റ് ഒക്കെ പഠിച്ച സമയത്ത് അവിടെ പഠിച്ചതാണ്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗിൽ ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗിന്റെ ആവശ്യത്തിനായിട്ട്. ആ ലിക്വിഡിനകത്തിൽ എന്തിനെയാണ് നമ്മൾ പൗഡേർഡ് ആയിട്ടുള്ള ഫോമിൽ, അതായത് പൊടിച്ച് ചേർത്ത് ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അവിടെ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിനെ നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ആ ലിക്വിഡിൽ എന്താണ് നമ്മൾ പൊടിച്ച് ചേർത്തിരിക്കുന്നത്? ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി കോപ്പർ ചെമ്പ്, ഓപ്ഷൻ സി അലൂമിനിയം, ഓപ്ഷൻ ഡി ഇരുമ്പ് അഥവാ അയൺ. ഓപ്ഷൻ ഡി അയൺ. അപ്പൊ ഓപ്ഷൻ ഡി രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ആൻസറും അത് തന്നെ ആയിരിക്കാം. നമുക്ക് നോക്കാം എന്തായാലും. ഓപ്ഷൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി തന്നെയാണ് ആൻസർ. കാരണം എന്താണ്? മാഗ്നറ്റിക് പാർട്ടിക്കിൾ ചെയ്യണമെങ്കിൽ അതൊരു ഫെറോ മാഗ്നറ്റിക് വസ്തു ആയിരിക്കണം. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി റിട്ടേൺ ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൽപ്പെടുന്ന അയൺ പോലെയുള്ള മെറ്റീരിയൽസിന്റെ പൗഡറിനെയാണ് നമുക്ക് ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡിൽ പൊടിച്ച് ചേർക്കാൻ പറ്റുന്നത്. സോ അത്തരത്തിലുള്ള ആ ഒരു പൗഡേർഡ് ഫോമിലുള്ള വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അയണാണ്. ലെഡ്, അലൂമിനിയം, കോപ്പർ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഓക്കെ, നമുക്ക് പറ്റുന്നത് ഫെറോമാഗ്നറ്റിക് ആയിട്ടുള്ള അയൺ മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ 9ൻ്റെത് ഡി ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി അയൺ ആണ് ആൻസർ. അപ്പോൾ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. മുമ്പോട്ട് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. എന്താണ് പറയുന്നത്? കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ഏത് NDT മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ആണ്? അപ്പോൾ കാപ്പിലറി ആക്ഷൻ ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് വിച്ച് NDT മെത്തേഡ്? ഓപ്ഷൻ എ ലിക്വിഡ് പെനട്രന്റ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ്, ഓപ്ഷൻ സി റേഡിയോഗ്രാഫിക് ടെസ്റ്റ്, ഓപ്ഷൻ ഡി അൾട്രാസോണിക് ടെസ്റ്റ്. അപ്പൊ ഈ 4 ഓപ്ഷൻ എ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ്. അപ്പൊ എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ മനസ്സിലാവാത്ത ആരെങ്കിലും മനസ്സിലാവുന്നത് കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിന്നായിട്ടുള്ള ഒരു ചെറിയ നാരോ സ്പേസിൽ കൂടെ ഒരു ലിക്വിഡിന് ട്രാവൽ ചെയ്ത് പോകാനുള്ള അല്ലെങ്കിൽ മുകളിലേക്ക് വരാനുള്ള ആ ഒരു ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവിനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കാപ്പിലറി ആക്ഷൻ എന്ന് ബേസിക് ആയിട്ട് പറയുന്നത്. കുറെ കാര്യങ്ങളുണ്ട് അതിൽ. ബേസിക് ആയിട്ട് നമുക്ക് അത്രയും മനസ്സിലാക്കുന്നത് തിന്നായിട്ടുള്ള നാരോ സ്പേസുകളിൽ കൂടെ ഈ പറഞ്ഞ ഫ്ലൂയിഡുകൾക്ക് ട്രാവൽ ചെയ്യാനുള്ള കഴിവിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. അത് ഏത് NDT മെത്തേഡിലാണ് ഇതിന്റെ സഹായത്തോടു കൂടി നമ്മൾ
ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. അതായത് ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെനട്രന്റിന് ഡെവലപ്പർക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കഴിവുള്ളത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ടെസ്റ്റ് റിസൾട്ട് തരുന്നത്. അപ്പം 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ, ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റിംഗ് കാപ്പിലറി ആക്ഷൻ ഓർത്തിരിക്കുക. ഇനി മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. അതായത് ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ. ഇനി അൾട്രാസോണിക് ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അക്വസ്റ്റിക് ഇംപെഡൻസ് മിസ്മാച്ച് ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. അക്വസ്റ്റിക് ഇംപെഡൻസ് മിസ്മാച്ച്. അപ്പൊ ഇത് നമ്മുടെ ജസ്റ്റ് പൊതുവായിട്ടുള്ള അറിവിലേക്ക് പറഞ്ഞാണ്. ഇത് നമ്മുടെ രഹസ്യവും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ചോദിക്കണമെന്നില്ല. എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ എവിടെ കാണും ചോദിച്ചാൽ കണ്ടാൽ ഒന്ന് ഓർമ്മ വരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ലിക്വിഡ് പെനട്രന്റ് പറഞ്ഞു, മാഗ്നറ്റിക്കിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ, അൾട്രാസോണിക് ആണെങ്കിൽ അക്വസ്റ്റിക് ഇംപെഡൻസ് മിസ്മാച്ച്. ഓക്കെ, അപ്പൊ ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റിംഗിന്റെ ഒരു ചെറിയൊരു സ്ലൈഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, വായിച്ചൊന്ന് മനസ്സിലാക്കി. അവിടെ താഴെ എഴുതിയിട്ടുണ്ട് ആൻസർ ഒക്കെ. ജസ്റ്റ് ആ ഒരു ഒന്ന് പെട്ടെന്നൊന്ന് റെഡി ചെയ്താൽ മതി, ഒന്ന് ഓടിച്ചു വിട്ടേ. ഓക്കെ, അപ്പം ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റിംഗ് എന്താന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അവിടെ പ്രിൻസിപ്പിൾ എന്താന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, അപ്പം കളേർഡ് ആയിട്ടുള്ള ലിക്വിഡ് ഡൈസും ഫ്ലോറസെന്റ് ആയിട്ടുള്ള ഡൈസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ട്രാക്കുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെ ഹെൽപ്പിംഗ് ആണ്. പ്ലാസ്റ്റിക്കിലും മെറ്റൽസിലും സെറാമിക്സിലും ഒക്കെ ഇത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഡൈനെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, വാഷ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യാം, വൈപ്പ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യാം. അപ്പം ഇത്രയുമാണ് ഇതിനകത്തുള്ള ബേസിക് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കളേർഡ് ഡൈ അഥവാ പെനട്രന്റ് സ്പ്രേ ചെയ്ത ശേഷം വെൽഡ് ജോയിന്റിൽ കുറച്ച് നേരം നമ്മൾ സമയം കൊടുക്കുക. ആ സമയം അത് ആ ഒരു ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്, സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേകമായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുക. ആ സമയത്തിന് ഒരു പേരൊക്കെ ഉണ്ട്. അപ്പം അത് കൊടുക്കുന്നത് പെനട്രന്റ് കൃത്യമായിട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ദ കോഡ് ഡിഫൈൻസ്. അതായത് നമ്മുടെ വെൽഡിങ്ങിൽ നമ്മൾ കോഡ്, സ്റ്റാൻഡേർഡ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കോഡ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റാൻഡേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അന്ന് പഠിച്ചായിരുന്നു. അപ്പം ഓപ്ഷൻ എ എന്താണ്, നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. ഒരു പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം, കാരണം സിലബസിൽ അത് എടുത്ത് കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അപ്പം കോഡ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഹൗ ടു ഡു ആണോ, ഓപ്ഷൻ ബി വെയർ ടു ഡു ആണോ, ഓപ്ഷൻ സി വാട്ട് ടു ഡു ആണോ, ഓപ്ഷൻ ഡി ഹും ടു ഡു ആണോ. ഓപ്ഷൻ ഡി ആര് ചെയ്യണമെന്നാണ്, ഓപ്ഷൻ സി എന്ത് ചെയ്യണം, ഓപ്ഷൻ ഡി എവിടെ ചെയ്യണം, ഓപ്ഷൻ എ എങ്ങനെ ചെയ്യണം. അപ്പൊ ഒരു വെൽഡിങ്ങിന്റെ കോഡ് എന്ന് പറയുന്നത് എന്താണ് അത് പറയുന്നത്, എന്തിനെ പറ്റിയാ പറയുന്നത്, എങ്ങനെ ചെയ്യണമെന്നാണോ അതോ എന്ത് ചെയ്യണമെന്നാണ്. കോഡൊക്കെ ആരും ശ്രദ്ധിച്ചു കാണാത്ത അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റണമെന്നില്ല ആർക്കും. എങ്ങനെ ചെയ്യണം, എന്താണ് എങ്ങനെ ചെയ്യണമെന്നാണെങ്കിൽ അത് ഓപ്ഷൻ എ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർക്കും അറിയില്ല, ഓപ്ഷൻ 11ന്റെ ഉത്തരം ആർക്കും അറിയില്ലെന്ന് കരുതുന്നു. നമുക്ക് നോക്കാം, ആൻസർ നോക്കാം, തെറ്റിക്കണ്ട. ഓക്കെ, അപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യന് കോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, വാട്ട് ടു ഡു, അതായത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതൊരു കോഡ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതാണ് കോഡിന്റെ ഡെഫിനേഷൻ. ഞാൻ ഇവിടെ പറയുന്നുണ്ട്, കോഡ് യൂസറിനോട് പറയുന്നത് വാട്ട് ടു ഡു ആൻഡ് വെൻ ആൻഡ് അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസ്, എപ്പോൾ ഏത് സാഹചര്യത്തിൽ അത് ചെയ്യണമെന്നാണ് കോഡ് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് എന്താ പറയുന്നത്, സ്റ്റാൻഡേർഡ് പറയുന്നത് ഹൗ ടു ഡു, അത് എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിയമപരമായിട്ടുള്ള പരാമർശങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ഒരു കാര്യം, ഒരു വെൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് സ്റ്റാൻഡേർഡ് നോക്കിയാൽ കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളത് കോഡ് പറയും. അപ്പൊ കോഡ് പറയുന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഉള്ള താക്കീതൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം ഒരു വെൽഡിംഗ് പ്രോസസ്സിനെ തന്നെ, അല്ലെ വെൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരു വേരിയബിളിനെ തന്നെ സ്റ്റാൻഡേർഡ് പ്രകാരം എന്ത് ചെയ്യാം, പല സ്ഥലത്ത് പല രീതിയിൽ ചെറിയ ചെറിയ വേരിയേഷൻ വന്നേക്കാം. പക്ഷെ കോഡ് എന്ന് പറയുന്നത് ഒരു വെൽഡിങ് എവിടെ ചെയ്താലും ആ കോഡിൽ പറയുന്ന പോലെ മാത്രമേ കുറെ കാര്യങ്ങൾ സംഭവിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് വാട്ട് ടു ഡു എന്നുള്ളത് ഒരു കൃത്യമായ ഒരു നിർദ്ദേശമാണ്. ഹൗ ടു ഡു എന്നുള്ളത് റെക്കമെൻഡേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, ചിലപ്പോൾ വേരിയേഷൻസ് വന്നേക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ
ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കാര്യമാണ്. കോഡ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇപ്പോൾ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കാര്യം പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കോഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്യും, ലീഗൽ ആക്കിയിട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, രണ്ടും രണ്ടാണ്, കോഡും സ്റ്റാൻഡേർഡും ആണ്, ഓർത്തിരിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, ANSI. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കോഡുകളൊക്കെ പഠിച്ചായിരുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡികളുടെ പേരിന്റെ ഒരു അബ്രിവേഷൻ ഒക്കെ പഠിച്ചു, ഫുൾ ഫോമും പഠിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ASME, ANSI, അതുപോലെ തന്നെ DIN, BSEN ഒക്കെ പഠിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ANSI എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അമേരിക്കൻ നാഷണൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ബി അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ സി അമേരിക്കൻ നാഷണൽ സ്റ്റീൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ഡി അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻഡെക്സ്. അപ്പൊ ANSI എന്ന് പറയുന്നത് റെഗുലേറ്ററി ബോഡിയാണ്. ആ ബോഡിയുടെ ANSIയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. പറയാൻ പറ്റുമല്ലോ? ഓപ്ഷൻ ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണോ സാർ? ഓപ്ഷൻ ബി ആണോ പറഞ്ഞത്? അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും ഒരാൾ പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പോൾ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, നല്ല കാര്യം. ഓക്കെ, അപ്പൊ ANSI എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, അതിൽ തെറ്റൊന്നും വരാതെ പഠിച്ചിരിക്കുക. ഇതുപോലെ പല കോഡുകളും നമ്മളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നത് ഞാൻ നമ്മുടെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും മിസ് ചെയ്ത്, കാരണം ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കോഡ് തന്നിട്ട് എക്സ്പാൻഷൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കും നമ്മൾ. അപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആ ഒരു പേര് 1-2 വട്ടം ശ്രദ്ധിച്ചാൽ കിട്ടും. അപ്പൊ ANSI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ITI ലെവൽ എക്സാം ആയതുകൊണ്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പം ഹൈ ലെവലിലോട്ടൊക്കെ പോയിട്ട് ബേസിക് കാര്യങ്ങൾ കൊണ്ട് തെറ്റിക്കല്ല. അടുത്ത ക്വസ്റ്റ്യൻ 13. WPS മീൻസ്. WPS എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, അതായത് ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്, വേറെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. ഓപ്ഷൻ എ എന്താണ്? വെൽഡിംഗ് പ്രൊജക്ട് സ്പെസിഫിക്കേഷൻ. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽഡിംഗ് പ്രൊക്യൂറബിൾ സ്പെസിഫിക്കേഷൻ. ഓപ്ഷൻ സി എന്താണ്? വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. ഓപ്ഷൻ ഡി വെൽഡിംഗ് പ്രൊഡക്ഷൻ സ്പെസിഫിക്കേഷൻ. ഓപ്ഷൻ സി. സി അല്ലേ സാറേ? സി. ഈ വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ 2 പേര് പറഞ്ഞിട്ടുണ്ട്, 2 പേര് പറയുന്നുള്ളത്. മറ്റുള്ളവർക്കും അത് തന്നെയാണ് ആൻസർ എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പം ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? 2 രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, കാണുമല്ലോ? കുറച്ച് കുഴപ്പമില്ല സാർ, മനസ്സിലാവുന്നുണ്ട്. അത് രണ്ടിലും പറഞ്ഞു. WPS എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. W എന്താണ്, P എന്താണ്, S എന്താണ്, അത് പഠിച്ചു വെച്ച് ഈ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ സി 2-4 പേര് പറഞ്ഞിട്ടുണ്ട്. യെസ്, WPS എന്ന് പറഞ്ഞാൽ തെറ്റിക്കരുത്, വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ ആണ്. P എന്ന് പറയുന്നത് പ്രൊസീജിയർ ആണ്, സ്പെസിഫിക്കേഷൻ ആണ് S. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 13 ഓപ്ഷൻ സി ആണ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് എന്താണ്? എ ലിക്വിഡ് ഡെവലപ്പർ ഡാഷ് ഇൻ കളർ ഈസ് ദെൻ സ്പ്രേഡ് ഓൺ വെൽഡ്. അപ്പൊ വെൽഡിൽ നമ്മൾ ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഡെവലപ്പർ ഉപയോഗിക്കും. ആ ഡെവലപ്പറിന്റെ കളർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കളർ? നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് പോയിട്ട് വരാമേ, വെയിറ്റ്. ഓപ്ഷൻ എ യെല്ലോ ഉണ്ട്, ഓപ്ഷൻ ബി ചുവപ്പ് റെഡ്, ഓപ്ഷൻ സി ബ്ലൂ ഉണ്ട്, ഓപ്ഷൻ ഡി വൈറ്റ് ഉണ്ട്. ഓപ്ഷൻ ഡി വൈറ്റ് 2 വട്ടം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേര് വൈറ്റ് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് പ്രതീക്ഷിക്കാം, അത് തന്നെ ആയിരിക്കാം. യെസ്, ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെനട്രന്റിന്റെ കളർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി ഏത് രാജ്യത്തായാലും അത് റെഡ് കളറായിരിക്കും. അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഡെവലപ്പറിന്റെ കളർ എവിടെ പോയാലും അത് വൈറ്റ് ആയിരിക്കും. കാരണം എന്താ? വൈറ്റും റെഡും ഒരു കോൺട്രാസ്റ്റിംഗ് കളറുകളാണ്, ഒന്നിനേക്കാൾ എടുത്തു നിൽക്കുന്ന കളറാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിക്കേഷൻ കിട്ടാൻ ഏറ്റവും നല്ലത് ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ഡെവലപ്പർ ഉപയോഗിക്കുമ്പോൾ ഡെവലപ്പറിന്റെ കളർ വൈറ്റ് ആണ്. ഇനി പെനട്രന്റ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി റെഡ് എന്നുള്ളതായിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ 2 ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടൈം ടേക്കൻ ഫോർ പെനട്രന്റ് ടു എൻറ്റർ ദ ഡിഫക്റ്റ് ഈസ് നോൺ ആസ്. അതായത് ഡിഫക്റ്റിനുള്ളിലേക്ക് പെനട്രന്റിന് ഇറങ്ങി ചെല്ലാനായിട്ട് എടുക്കുന്ന സമയത്തിന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ഡീപ് ടൈം, ഓപ്ഷൻ ബി വെയിറ്റ് ടൈം, ഓപ്ഷൻ സി വെറ്റ് ടൈം, ഓപ്ഷൻ ഡി ഡ്വെല് ടൈം. അപ്പം
ലിക്വിഡ് കണ്ടന്റ് ടെസ്റ്റിംഗിൽ ഡിഫക്റ്റിനുള്ളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്ന റെഡ് കളറുള്ള പെനട്രന്റിന് അല്ലെ ഫ്ലോറസെന്റ് കളറുള്ള പെനട്രന്റിന് ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമായിട്ട് എത്ര സമയം നമ്മൾ കൊടുക്കുന്നു ആ സമയത്തിനൊരു പേരുണ്ട്. ഡീപ്പ് വെയിറ്റ് ഡി അല്ലേ സാറേ? എന്താണ് ഡി അല്ലേ? ഡ്വെൽ ടൈം അല്ലേ? ഡി ഇപ്പൊ ഒരാൾ പറഞ്ഞു. 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഒരു ആൻസർ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. യെസ്, ഡ്വെൽ ടൈം ആണ്. അപ്പൊ ഇത് പലരും ആൻസർ പറയാത്തതിന്റെ കാര്യം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്കിൽ ഇങ്ങനെ ഒരു വേർഡ് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ സോക്ക് ടൈം എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ആ സോക്കിന്റെ മറ്റൊരു മീനിങ് ആണെന്ത്? ഡ്വെൽ എന്നുള്ളത്. മുങ്ങുക എന്നുള്ള മീനിങ് തന്നെയാണ് സോക്കിനും ഡ്വെല്ലിനും ഉള്ള അർത്ഥം എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണം ഇത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഓർത്തിരിക്കുക, പെനട്രന്റ് ഇറങ്ങിച്ചെന്ന് ഡിഫക്റ്റിനുള്ളിൽ പടർന്ന് ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്തിനാണ് ഡ്വെൽ ടൈം എന്ന് പറയുന്നത്. അതായത് മുങ്ങുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡ്വെൽ ടൈം പഠിച്ചു വെക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സൗണ്ട് വേവ്സ് can penetrate from a very small thickness of plate to dash meters of steel. അതായത് സൗണ്ട് വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണത് അൾട്രാസോണിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് വേവുകൾക്ക്, അൾട്രാസൗണ്ട് വേവുകൾക്ക് എത്ര മീറ്റർ തിക്നെസ്സിൽ പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 6 to 10 മീറ്റർ, ഓപ്ഷൻ ബി 2 to 5, ഓപ്ഷൻ സി 4 to 20, ഓപ്ഷൻ ഡി 50 മീറ്റർ. ഓപ്ഷൻ എ 6 to 10. ഓപ്ഷൻ എ 6 to 10 ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പം സൗണ്ട് വേവുകൾക്ക് പെനട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന തിക്നെസ് പ്ലേറ്റുകളിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റീൽ പ്ലേറ്റുകളിൽ. ഇത് അൾട്രാസൗണ്ട് ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. അതെ, ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീലില് 6 മുതൽ 10 മീറ്റർ വരെ തിക്നെസ്. നിങ്ങൾ ഓർത്ത് നോക്കണം, തിക്നെസ് ആണ്. 6 മുതൽ 10 മീറ്റർ വരെ തിക്നെസ്സിലേക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റീലില് അൾട്രാസൗണ്ട് വേവുകൾക്ക് പെനട്രേറ്റ് ചെയ്ത് ചെല്ലാനും അതിനുള്ളിലെ ഡിഫക്റ്റുകളെ കണ്ടെത്താനും കഴിയുന്ന ഒരു ടെസ്റ്റ് ആണ് അൾട്രാ സൗണ്ട് അല്ലെ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ അതിന്റെ ഇവിടെ പറയുന്നുണ്ട് അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്താണ്? ആ ഡെവലപ്പറിന്റെ വൈറ്റിൻ കളർ അവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത്. ഓക്കെ, അൾട്രാസൗണ്ട് ടെസ്റ്റിൽ പറയുന്നത് എന്താണ്? അവിടെ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത് എത്ര ഡെപ്തിലേക്കാണ്? 6 മുതൽ 10 മീറ്റർ വരെയുള്ള തിക്നെസ്സുകളിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നിക്ക് ബ്രേക്ക് ടെസ്റ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡിഫക്ട്. നിക്ക് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഡിഫക്റ്റ് എന്താണ്? ഓപ്ഷൻ എ സ്ലാഗ് ഇൻക്ലൂഷൻ, ഓപ്ഷൻ ബി ആർക്ക് സ്ട്രൈക്ക്, ഓപ്ഷൻ സി ഡിസ്റ്റോർഷൻ, ഓപ്ഷൻ ഡി മിസ് അലൈൻമെന്റ്. നിക്ക് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗിൽ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗിന്റെ മേഖലയിൽ പഠിച്ചതാണത്. ആ ടെസ്റ്റിൽ എന്തൊക്കെയാണ് അതിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഡിഫക്റ്റുകൾ, വെൽഡിന്റെ എന്തൊക്കെ ഡിഫക്റ്റ്? ഓപ്ഷൻ എ സ്ലാഗ് ഇൻക്ലൂഷൻ, ഓപ്ഷൻ ബി ആർക്ക് സ്ട്രൈക്ക്, ഓപ്ഷൻ സി ഡിസ്റ്റോർഷൻ, ഓപ്ഷൻ ഡി മിസ് അലൈൻമെന്റ്. ഓപ്ഷൻ എ സ്ലാഗ് ഇൻക്ലൂഷൻ. ഓപ്ഷൻ എ സ്ലാഗ് ഇൻക്ലൂഷൻ ഒരാൾ പറഞ്ഞു. മറ്റെന്തെങ്കിലും ആൻസർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സാർ ഇതില് ഓപ്ഷനില് ലാക്ക് ഓഫ് ഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അത് സ്ലാഗ് ഇൻക്ലൂഷൻ കണ്ടിട്ട് അത് ലാക്ക് ഓഫ് ഫ്യൂഷൻ കൂടെ വേണമെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായാലും ഓപ്ഷൻ എ മാത്രമാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷനും ആരും പറയുന്നില്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇല്ലാന്ന് കരുതാം. നമുക്ക് ഓപ്ഷൻ ഏതാണെന്നുള്ളത് നോക്കാം. യെസ്, നിക്ക് ബ്രേക്ക് ടെസ്റ്റുകൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഡിഫക്റ്റ് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷൻ എ സ്ലാഗ് ഇൻക്ലൂഷൻ മാത്രമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആർക്ക് സ്ട്രൈക്ക് എന്ന് പറയുന്നത് നിക്ക് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കണ്ടുപിടിക്കും. കാരണം എന്താ? അത് സർഫസിൽ കാണുന്ന ഡിഫക്റ്റ് ആണ്. അതിന് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട, ചുമ്മാ നോക്കിയാലും കാണാം. സാറേ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ? ചോദിച്ചോളൂ. ഈ ബാക്കിയുള്ള 3 നമുക്ക് സർഫസിൽ കണ്ടൂടെ?
ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. നെക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പീസിനെ എടുത്തിട്ട് അതിനെ ഫില്ലറ്റ് വെൽഡിലൊക്കെ ബ്രേക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ബട്ട് വെൽഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ടെസ്റ്റ് ആണത്, നെക്ക് ബ്രേക്ക് ടെസ്റ്റ്. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനകത്തുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഡിഫക്റ്റുകളെ കണ്ടെത്താനാണ് എളുപ്പം. ആ ഇന്റേണൽ ഡിഫക്റ്റുകളെ കണ്ടെത്താൻ പറ്റുമ്പോഴത്തേക്ക് അതിന് ആർച്ച് സ്ട്രൈക്ക്, ഡിസ്റ്റോർഷൻ, മിസ്അലൈൻമെന്റ് ഒന്നും അവിടെ കണ്ടുപിടിക്കാൻ അതിന്റെ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്ക് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്ലാഗ് ഇൻക്ലൂഷൻ പോലുള്ള ഡിഫക്റ്റുകളാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നെക്ക് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ലാഗ് ഇൻക്ലൂഷനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നുണ്ട് അല്ലെ. നെക്ക് ബ്രേക്ക് ടെസ്റ്റിന്റെ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ചെറിയ ഒരു കട്ട് ഇടും സെൻട്രൽ ലൈൻ ഓഫ് വെൽഡിൽ, എന്നിട്ട് ഹാമർ ബ്ലോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൊടുക്കും. അപ്പൊ ആ ജോയിന്റ് നമ്മുടെ സെന്ററിൽ കൂടെ ബ്രേക്ക് ആവും. ആ പൊട്ടുന്ന അല്ലെ പൊട്ടി കിട്ടുന്ന സർഫസ് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ലാഗ് ഇൻക്ലൂഷന്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫ്യൂഷൻ, ലാക്ക് ഓഫ് പെനട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ അതാണ് നെക്ക് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നെക്ക് ബ്രേക്ക് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാ ഡിഫക്റ്റുകളും എന്താണ്, ഒരല്പം ഇന്റേണലി കൂടെ കിടക്കുന്ന ഡിഫക്റ്റ് ആണ്. അതാണ് സ്ലാഗ് ഇന്റേണലും വരാം, ലാക്ക് ഓഫ് ഫ്യൂഷൻ അകത്തും വരാം, ലാക്ക് ഓഫ് പെനട്രേഷൻ അകത്തും വരാം. പക്ഷെ ആർച്ച് സ്ട്രൈക്ക് ആയാലും ഡിസ്റ്റോർഷൻ ആയാലും മിസ്അലൈൻമെന്റ് ആയാലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അതിന് നെക്ക് ബ്രേക്ക് ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലബോറട്ടറി ടെസ്റ്റ് കണ്ടക്ടഡ് ഓൺ വെൽഡ് ആർ ദ. അപ്പം ലബോറട്ടറി ടെസ്റ്റുകളും ഉണ്ട്, വർക്ക്ഷോപ്പ് ടെസ്റ്റുകളും ഉണ്ട്. അപ്പം വെൽഡില് നമ്മൾ ചെയ്യുന്ന ഡെസ്ട്രക്റ്റീവ് ടെസ്റ്റുകളിൽ ലബോറട്ടറി ടെസ്റ്റുകളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നെക്ക് ബ്രേക്ക്, ഓപ്ഷൻ ബി ഫില്ലറ്റ് ഫ്രാക്ചർ, ഓപ്ഷൻ സി ഇമ്പാക്ട് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഫ്രീ ബെൻഡ് ടെസ്റ്റ്. ഓപ്ഷൻ സി ഇമ്പാക്ട് ടെസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? അത് തന്നെയാണോ എല്ലാവരുടെയും? ഓക്കെ, അപ്പൊ 18ാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. അതെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അതായത് ലബോറട്ടറി ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളെ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ, അല്ലാത്ത കുറച്ച് ടെസ്റ്റുകളുണ്ട്. അപ്പൊ അതിൽ ചില ടെസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ ഹാമർ ബ്ലോ കൊടുത്ത് അല്ലെ ഫില്ലറ്റ് ഫ്രാക്ചർ തല്ലി പൊട്ടിച്ച് നോക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫീൽഡിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലെ വർക്ക്ഷോപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഫ്രീ ഇവന്റും ഒക്കെ അങ്ങനെ ചെയ്യാം. പക്ഷെ ചില ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലബോറട്ടറിയിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ സഹായത്തോട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള ഡയല്, വാല്യൂസ്, അതിന്റെ സ്റ്റാൻഡേർഡ് കാലിബ്രേഷൻ ഒക്കെ വേണം. കാരണം അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പം അത്തരത്തിൽ ഉൾപ്പെടുന്ന ലബോറട്ടറി ടെസ്റ്റ് ആണത് ഇമ്പാക്ട് ടെസ്റ്റ്. സാറേ, ഈ ഫില്ലറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് പറഞ്ഞുതരാമോ? ഫില്ലറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഫില്ലറ്റ് വെൽഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമത്തി വെച്ചിട്ട് അതിന്റെ പുറവശത്ത് എന്ത് ചെയ്യുന്നു, ഹാമർ വെച്ച് അടിക്കുമ്പോൾ ആ ഫില്ലറ്റ് വെൽഡ് നടുക്കൂടെ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഫില്ലറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ അതിലെ റണ്ണുകളുടെ ഡെപ്പോസിറ്റ്, അതിന്റെ ഫ്യൂഷന്, പെനട്രേഷന്, അത്തരത്തിലുള്ള ഇന്റേണൽ കാര്യങ്ങളെല്ലാം ആ ഫ്രാക്ചർ പോയിന്റുകളിൽ കൂടെ പഠിക്കാൻ പറ്റും. അതാണ് ഫില്ലറ്റ് ഫ്രാക്ചർ ടെസ്റ്റ് ചെയ്യുന്നത് ഫില്ലറ്റ് വെൽഡുകൾക്കാണ്. ഓക്കെ. നിക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് ബട്ട് വെൽഡുകൾക്കാണ് ചെയ്യുന്നത്. ഫ്രീ ബെൻഡ് എന്ന് പറയുന്നത് ബട്ട് വെൽഡുകൾക്കാണ് ചെയ്യുന്നത്. എന്നാൽ ഫില്ലറ്റിനെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് വെൽഡുകൾ നമുക്ക് ബെൻഡ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു സൈഡിൽ കംപ്രഷനും ഒരു സൈഡിൽ ടെൻഷനും വരും. അപ്പൊ ആ ടെൻഷൻ വരുന്ന ഫേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ പോപ്പുലർ അമേരിക്കൻ കോഡ്സ് സ്പെസിഫൈ വെൽഡിംഗ് പ്രൊസീജിയർ ആൻഡ് വെൽഡർ പെർഫോമൻസ് ക്വാളിഫിക്കേഷൻ. അമേരിക്കൻ കോഡിൽ വെൽഡിംഗ് പ്രൊസീജിയറും വെൽഡർ പെർഫോമൻസ് ക്വാളിഫിക്കേഷനും സ്പെസിഫൈ ചെയ്യുന്ന ഏത് കോഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെക്ഷൻ 9, ഓപ്ഷൻ ബി സെക്ഷൻ 6, ഓപ്ഷൻ സി സെക്ഷൻ 10, ഓപ്ഷൻ സി ഡി സെക്ഷൻ 5. അപ്പൊ ഏത് സെക്ഷനിലാണ് അമേരിക്കൻ കോഡിൽ വെൽഡിംഗ് പ്രൊസീജിയറും വെൽഡർ പെർഫോമൻസ് ക്വാളിഫിക്കേഷനും മെൻഷൻ ചെയ്തിരിക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞേ, സിമ്പിൾ ഉത്തരം അല്ലേ, പറയാൻ പറ്റുമല്ലോ. കിട്ടിയോ? കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ടെക്സ്റ്റിൽ കിടക്കുന്ന കാര്യമാണത്. ടെക്സ്റ്റിൽ ഉള്ള ഒരു കാര്യം നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്.
ഓക്കെ, അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോവാം. അറിയാത്തവര് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് വായിച്ച് ശ്രദ്ധിച്ചാൽ മതി ഏരിയയും കൂടെ. സെക്ഷൻ 9 ആണ് വെൽഡിങ്ങിന്റെ പ്രൊസീജിയറുകളും വെൽഡർ പെർഫോമൻസ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയുന്ന അമേരിക്കൻ കോഡ്. സെക്ഷൻ 9. ഓക്കെ, ബാക്കിയൊന്നും നോക്കണ്ട, സെക്ഷൻ 9 എന്ന് ഓർത്തിരുന്നാൽ മതി. ബോയിലർ ആൻഡ് പ്രഷർ വെസൽ കോഡ് ASME BPVC സെക്ഷൻ 9 എന്നാണ് അതിനെ പറയുന്നത്. ബോയിലറുകളുടെയും പ്രഷർ വെസലുകളുടെയും ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള വെൽഡിംഗ് ചെയ്യാനായിട്ട് നമ്മൾ അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് തയ്യാറാക്കിയിരിക്കുന്ന കോഡിന്റെ സെക്ഷൻ 9ലാണ് വെൽഡിംഗ് പ്രൊസീജിയറുകളെ പറ്റിയും വെൽഡർ പെർഫോമൻസ് ക്വാളിഫിക്കേഷനെ പറ്റിയും പറയുന്നത്. അപ്പൊ 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ WPS ഈസ് വാലിഡ് ഓൺലി വെൻ സപ്പോർട്ടഡ് ബൈ എ റെലവന്റ് ഡാഷ്. അതായത് ഒരു WPS എന്ന് പറയുന്നത് വാലിഡ് ആവുന്നത് എന്തോ ഒരു കാര്യം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ WPSന് വാല്യൂ ഉള്ളൂ. അപ്പോൾ ഒരു WPS തയ്യാറാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റെന്തോ വേണം. അപ്പൊ അതിന് വേണ്ട ആ ഒരു ഡോക്യുമെന്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ WQT, ഓപ്ഷൻ ബി PQR, ഓപ്ഷൻ സി ബോത്ത്, രണ്ടും വേണം. ഓപ്ഷൻ ഡി ഇതൊന്നും വേണ്ട. എന്താണ് 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ഓപ്ഷൻ ബി PQR. ഓപ്ഷൻ ബി PQR ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ബോട്ടാണ് സാർ. ഓപ്ഷൻ സി ബോത്ത് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും നമുക്ക് 2 ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പം കാര്യം മനസ്സിലാക്കുക, WPS എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പം ഈ ഒരു സംഭവത്തിന് ഒരു വാലിഡിറ്റി ഉണ്ടാണെങ്കിൽ അതിന് മുന്നേ നമ്മൾ മറ്റൊരു കാര്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് WPSലേക്ക് എത്തുന്നത്. അപ്പം അത് WQT ആണോ PQR ആണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. അപ്പൊ 2 ആൻസറും വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെക്ക് ചെയ്യാം. WPS എന്ന് പറയുന്നത് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ ആ ഒരു പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ നമ്മൾ എഴുതണമെങ്കിൽ നമുക്ക് അതിന് മുമ്പ് എന്ത് വേണം, ഒരു പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് വേണം. ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു WPS ഫോം ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പൊ തെറ്റിപ്പോയവരൊന്ന് മനസ്സിലാക്കുക, WPSന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു റെലവന്റ് ആയിട്ടുള്ള PQR. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് WPS PQR ഒക്കെ വളരെ കൃത്യമാണ് സിലബസിൽ പറയുന്നുണ്ട്. അപ്പം അവിടെ നിന്നുള്ള ചോദ്യങ്ങളൊന്നും വരാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ ചോദിച്ചേക്കാം, ചിലപ്പോൾ ചോദിക്കത്തില്ല. പക്ഷെ എന്നാലും ചോദിച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം നമുക്ക്. ബാക്കി സൈലന്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. കിട്ടാത്തവരുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ WPS എന്ന് പറയുന്നതിന് ഒരു വാല്യൂ വേണമെങ്കിൽ, അതിന് വാലിഡിറ്റി വേണം, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുന്നേ ഒരു PQR സപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ടാക്കി വെക്കണം. അപ്പൊ അതിവിടെ പറയുന്നുണ്ട്. എ വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ ഈസ് എ ഡോക്യുമെന്റ് വിച്ച് ലിസ്റ്റ് ഔട്ട് ഓൾ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ പെർഫോമിംഗ് എ വെൽഡ്. ഒരു വെൽഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ, WPS. WPS ക്വാളിഫൈ ആയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ടെസ്റ്റ് കൂപ്പൺ, അതായത് 2 പൈപ്പിന്റെ പീസുകളെ എടുത്തിട്ട് നമ്മൾ അതിനെ ടാക്ക് ചെയ്ത ശേഷം നമ്മൾ WPSൽ പറഞ്ഞിരിക്കുന്ന കുറേ പാരാമീറ്റേഴ്സുകൾ ഉണ്ടാകും. ഓക്കെ, ജോയിന്റ് ഡീറ്റെയിൽസ്, പാരന്റ് മെറ്റീരിയൽ, അത് ഇതങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പൊ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ ഇതിനെ ടെസ്റ്റ് വെൽഡ് ചെയ്യും. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചെയ്യുന്ന സമയത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ആ ചെയ്ത് വരുന്ന സമയത്തുള്ള വെൽഡിന്റെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യും. ആ വെൽഡ് ചെയ്ത സമയത്തുള്ള ഡേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ നോട്ട് ചെയ്യും. ഡേറ്റും മറ്റ് അതിന്റെ റിസൾട്ടുകൾ, ഈ ഒരു ടെസ്റ്റ് ചെയ്ത പീസിനെ നമ്മൾ ലബോറട്ടറിയിൽ അയച്ച് അതിന്റെ പരിശോധിച്ച എന്താണ് റിസൾട്ട് അതും നോട്ട് ചെയ്ത് വെക്കും. അപ്പം ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഫൈനൽ സാധനമാണ് WPS. അപ്പൊ WPS ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടാവുന്ന സാധനമാണ് PQR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ PQR ആണ് നമുക്ക് വേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഫോർ WPS എന്നുള്ളത് ഓർത്തിരുന്നതാണ്. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പം ഓക്കെ ആണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. നന്നായിട്ട് പഠിക്കുക, ഒട്ടും ഉഴപ്പാതെ പഠിക്കുക. അപ്പൊ അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.